ഒരു തൊഴിലും കണ്ടുപിടിക്കുവാൻ കഴിയാത്ത യുവാക്കൾ പാറ്റകളെ പോലെ പെറ്റുപെരുകുകയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു കാര്യം ചിന്തിക്കണമായിരുന്നു. ഒരു കാലത്ത് ഞാനും ഒരു വിദ്യാർത്ഥി ആയിരുന്നു എന്നുള്ളത്. യുവജനങ്ങളുടെ മുന്നിൽ പോലീസുകാരുടെ ലാത്തിചാർജോ പെല്ലറ്റോ ടിയർ ഗ്യാസോ ജലപീരങ്കിയോ ഒന്നും ഒരു തടസ്സമേ അല്ല എന്ന് ഈ സമരം നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഒരു വിദ്യാർത്ഥി എന്നതിൽ എനിക്ക് പറയുവാനുള്ളത്, ഒരു ജില്ല ഭരിക്കുന്ന കളക്ടറിന് IAS പദവി മാനദണ്ഡമായി കാണുമ്പോൾ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഓരോ മന്ത്രിമാർക്കും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ മന്ത്രി പദവി നൽകുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. രക്തം തിളച്ചു ക്കുന്നവരുടെ മുന്നിൽ രക്തം കൊതിച്ചാറിയവരുടെ ലാത്തിച്ചാർജോ ടിയർ ഗ്യാസോ ജലപീരങ്കിയോ ഒന്നുമല്ല എന്ന് ഈ സമരം വിജയിച്ച് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ സമരത്തിൽ ഒരു ജാതിയോ മതമോ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന മനോഹരമായ കാഴ്ചയാണ് നാം കണ്ടത്. യഥാർത്ഥത്തിൽ ഈ വിദ്യാർത്ഥി സമരത്തെ പുച്ഛിക്കുന്നവരോട് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത്. CJPയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പാറ്റകളെ പോലെ എല്ലായിടത്തു നിന്നും ജനങ്ങൾ പറന്നു വരുന്ന കാഴ്ചയാണ് നാം ഓരോരുത്തരും ഡൽഹിയിൽ കാണാനിടയായത്. ഈ സമരം അത് രാജ്യത്ത് നടക്കുന്ന അനീതിക്കെതിരായുള്ള ഒരു തുടക്കം മാത്രമാണ്. ഒത്തൊരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഐക്യത്തോടെ നിൽക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് മുന്നേറുവാനും വിജയിക്കുവാനും കഴിയുമെന്ന് ഈ സമരം നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.